നമസ്കാരം. ശ്രേയസ് വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നീതു. പുനർജനി ഉരുൾപൊട്ടൽ പ്രളയ ദുരന്ത ബാധിതർക്ക് അതിജീവന മന്ത്രവുമായി ശ്രേയസ്. ബത്തേരി രൂപതയുടെ സാമൂഹിക സേവന പ്രസ്ഥാനമായ ശ്രേയസ് കാത്തലിക് റിലീഫ് സർവീസിന്റെ സാമ്പത്തിക സഹായത്തോടെ വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ പ്രളയ ബാധിതർക്ക് ജീവനോപാധികൾ ആരംഭിക്കുന്നതിനും മാനസിക പിന്തുണ നൽകുന്ന സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് നൽകുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെയും ലോഞ്ചിംഗ് നടന്നു. കാത്തലിക് റിലീഫ് സർവീസും കാരിത്താസും കത്തോലിക്ക സഭയുടെ അനുകമ്പയുടെ മുഖങ്ങളാണെന്ന് ബത്തേരി രൂപത അധ്യക്ഷനും CBCI വൈസ് പ്രസിഡന്റുമായിരിക്കുന്ന അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രോപൊളിത്ത അധ്യക്ഷ പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ പ്രളയ ബാധിതർക്ക് ജീവനോപാധികൾ ആരംഭിക്കുന്നതിനും മാനസിക പിന്തുണ നൽകുന്ന സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് നൽകുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ നിർവഹിച്ചു. ദുരന്ത മേഖലയിൽ ഉള്ളവർക്ക് ഏറ്റവും ആദ്യം അതിജീവനത്തിന്റെ കൈത്താങ്ങുമായി ശ്രേയസ് അക്ഷീണ പ്രവർത്തന നിരതരായിരുന്നുവെന്നും സാമ്പത്തിക മാനസിക പ്രതിസന്ധിയിൽ ഏർപ്പെട്ടവർക്ക് താങ്ങും തണലുമായി നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണെന്നും ഉദ്ഘാടന സമ്മേളനത്തിൽ ശ്രീ സംഷാദ് മരക്കാർ അഭിപ്രായപ്പെട്ടു. ദുരന്തബാധിതരുടെ പുനരുജ്ജീവനത്തിനും അതിജീവനത്തിനുമായി ശ്രേയസ് നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ വിശദീകരിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട 316 കുടുംബങ്ങൾക്ക് അതിജീവനത്തിനായി വരുമാനദായക പരിപാടികൾ ആരംഭിക്കുന്നതിനുള്ള ആദ്യഘട്ടം ചെക്ക് വിതരണം നടത്തി. തുടർന്ന് സുൽത്താൻ ബത്തേരി നഗരസഭ ചെയർപേഴ്സൺ ശ്രീ TK രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. കാത്തലിക് റിലീഫ് സർവീസിന്റെ ടീം കൺസൾട്ടന്റ് ശ്രീ PK കുര്യൻ CRS അതിജീവനത്തിനായി നടപ്പിലാക്കി വരുന്ന ജീവനോപാധികൾ ആരംഭിക്കുക, ദുരന്തബാധിതരുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനും അവരെ കേൾക്കുന്നതിനും നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. കേരള സോഷ്യൽ സർവീസ് ഫോറം ടീം ലീഡർ ശ്രീ KD ജോസഫ് അതിജീവന പ്രവർത്തനങ്ങൾ വിവിധ സംഘടനകൾ ഏകോപിപ്പിച്ചു നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിച്ചു. തുടർന്ന് വാർഡ് കൗൺസിലർ ശ്രീമതി രാധ രവീന്ദ്രൻ, കാത്തലിക് റിലീഫ് സർവീസ് ഫിനാൻസ് മാനേജർ ശ്രീ അനീഷ് വർഗീസ്, ശ്രേയസ് പ്രോഗ്രാം മാനേജർ ശ്രീ ഷാജി KV, ശ്രേയസ് പ്രോജക്ട് മാനേജർ ശ്രീ ഷാജി KP, ശ്രേയസ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീമതി ലില്ലി വർഗീസ്, ഫീൽഡ് സൂപ്പർവൈസർമാരായ കുമാരി ആദിത്യ S ഭാനു, കുമാരി അഭിന്യ, കുമാരി ലിജിന, ശ്രീമതി ഷിനിജ, ശ്രീ ഡിലോൺ ജോസഫ്, ശ്രീ പോൾ PF എന്നിവർ സംസാരിച്ചു. അന്തർദേശീയ ഭിന്നശേഷി ദിനാചരണം നടത്തി. ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായ ശ്രേയസിന്റെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ ഭിന്നശേഷി ദിനാചരണം ഉജ്വൽ 2K24 നടത്തി. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം ബത്തേരി മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ടോം ജോസ് ഉദ്ഘാടനം ചെയ്തു. RPWD ആക്ട് സ്റ്റേറ്റ് അഡ്വൈസറി ബോർഡ് മെമ്പർ ശ്രീ ചാക്കോഷൻ അമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഭിന്നശേഷിക്കാർക്കായുള്ള വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് ക്ലാസുകൾ നടന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെയും മുതിർന്നവരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഒത്തുചേരലും വിവിധ കലാകായിക പരിപാടികളും നടന്നു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി അവരുടെ വീടുകളിൽ പോയി വൈദഗ്ധ്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസവും ഫിസിയോതെറാപ്പി, തൊഴിൽ പരിശീലനം തുടങ്ങി നിരവധിയായ സേവനങ്ങൾ നടത്തുന്ന സ്പർശ് പ്രോജക്ട് ശ്രേയസിന്റെ അഭിമാന പദ്ധതിയാണെന്ന് ഫാദർ ഡേവിഡ് ആലിങ്കൽ പറഞ്ഞു. ശ്രേയസ് പ്രോഗ്രാം മാനേജർ ശ്രീ ഷാജി KV ഭിന്നശേഷി ദിന സന്ദേശം നൽകി. കേരള കോൺഫെഡറേഷൻ ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PP തോമസ് ആശംസകൾ അറിയിച്ചു. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ സമ്മാനദാനം നടത്തി. പ്രോജക്ട് മാനേജർ ഷാജി KP, സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ജെൻസി ചെറിയാൻ എന്നിവർ സംസാരിച്ചു. ദുരന്തബാധിതർക്കായി NFI കിറ്റുകൾ വിതരണം ചെയ്തു. ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരന്തബാധിതരായ കുടുംബങ്ങൾക്ക് NFI കിറ്റുകൾ വിതരണം ചെയ്തു. കേരള കത്തോലിക്ക സഭയുടെ സാമൂഹിക സേവന വിഭാഗമായ കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ അധ്യക്ഷത വഹിച്ച പരിപാടി ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ ജെയിംസ് കോഡ്ബർ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തേക്കുള്ള പാരിപ്രേക്ഷ്യം തയ്യാറാക്കി ദുരിതബാധിതരായ കുടുംബങ്ങൾ സ്വാശ്രയത്വം കൈവരിക്കുന്നതുവരെ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമെന്നും അടിസ്ഥാന സൗകര്യ വികസനം, ജീവനോപാധി പദ്ധതികൾ എന്നിവയും കൗൺസിലിംഗ് സഹായം വഴി അവരെ മാനസികമായി ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആശ തമ്പി ആശംസകൾ അർപ്പിച്ചു. ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ, പ്രോഗ്രാം മാനേജർ ഷാജി KV, പ്രോജക്ട് മാനേജർ ഷാജി KP, പ്രോഗ്രാം ഓഫീസർ ജിലി ജോർജ്, മെൽന റോമിയോ എന്നിവർ നേതൃത്വം നൽകി.
ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ശിശു സംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ബത്തേരി രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ ശ്രേയസ് നടപ്പിലാക്കുന്ന കാവൽ പ്ലസ് പ്രോജക്ടിന്റെ ആഭിമുഖ്യത്തിൽ കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടി ബോധവൽക്കരണ ക്ലാസ് സർവജന സ്കൂളിലെ 7ാം തരം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ചു. കൗമാരപ്രായ കാലഘട്ടത്തിലെ മാനസിക സംഘർഷം, കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങൾ തടയാനുള്ള നിയമവശങ്ങൾ എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു ക്ലാസ്. കാവൽ പ്ലസ് കോർഡിനേറ്റർ ട്രീസ PU, കേസ് വർക്കർ അനുമോൾ AS, സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളായ സിസ്റ്റർ ഹർഷ എലിസബത്ത്, വൈഷ്ണവി TV, സ്കൂൾ കൗൺസിലർ ജിഷ്മ എന്നിവർ നേതൃത്വം നൽകി. ക്ലാസ് സംഘടിപ്പിച്ചു. നീലഗിരി മേഖലയിലെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെളിവയൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫുഡ് ആൻഡ് എൻവിറോൺമെന്റ് എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ കുര്യൻ പുലിപ്ര അധ്യക്ഷത വഹിച്ചു. മനുഷ്യന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ശ്രേയസിന്റെ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ വികസനത്തിനുള്ള പ്രസക്തി ഈ വിഷയത്തിൽ അംഗങ്ങളോട് സംസാരിച്ചു. CPR എൻവിറോൺമെന്റൽ എഡ്യൂക്കേഷൻ സെന്റർ ഫീൽഡ് ഓഫീസർ ശ്രീ കുമാരവേലു, റോട്ടറി ക്ലബ് പ്രസിഡന്റ് ശ്രീ റോബർട്ട് എന്നിവർ സുരക്ഷിത ഭക്ഷണവും പരിസരവും വിഷയമാക്കി അംഗങ്ങൾക്ക് ക്ലാസ് നയിച്ചു. ആരോഗ്യകരമായ ഭക്ഷണം, രോഗമില്ലാത്ത അവസ്ഥയും ആർജിക്കേണ്ടതിന് പാലിക്കേണ്ട ഭക്ഷണക്രമം, ജീവിതശൈലി ഇവയെക്കുറിച്ച് ക്ലാസ് നയിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ സാബു PV, യൂണിറ്റ് ഡെവലപ്മെന്റ് ഓഫീസർ ശ്രീമതി ഷൈനി ജെയിംസൺ, യൂണിറ്റ് സെക്രട്ടറി ശ്രീമതി ഷെൻസി സാബു, ലീലാമ ജോസ്, സാലംബ മെന്നി, സാലി പീറ്റർ, ലിസി വർഗീസ്, ഗൗരി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പുരുഷന്മാർക്ക് ശ്രേയസിന്റെ സ്നേഹാദരം. ശ്രേയസ് ബത്തേരി മേഖല, കൊളകപ്പാറ, വാഘേരി, കാര്യമ്പാടി, നെല്ലിമാളം, ചുള്ളിയോട് എന്നീ യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര പുരുഷ ദിനാചരണത്തിന്റെ ഭാഗമായി സ്വാശ്രയ സംഘ അംഗങ്ങളായ പുരുഷന്മാരെ ആദരിച്ചു. ബത്തേരി മേഖല പ്രോഗ്രാം കോർഡിനേറ്റർ പോൾ PF ഉദ്ഘാടനം ചെയ്തു. വിവിധ യൂണിറ്റുകളിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസേഴ്സ്, യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ശ്രേയസ് കണ്ണൂർ മേഖല വാളത്തോട് യൂണിറ്റിൽ ഭവന നിർമ്മാണ ഫണ്ട് ശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തി. യൂണിറ്റ് ഡയറക്ടർ ഫാദർ കുറിയാക്കോസ് മാതാപാറ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഉസ്താദ് ഇർഷാദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ബിരിയാണി ചലഞ്ച് കൺവീനർ പീറ്റർ പാങ്ങോടിന്റെ കയ്യിൽ നിന്നും 1 കണ്ടെയ്നർ ബിരിയാണി വാങ്ങിക്കൊണ്ടായിരുന്നു ബിരിയാണി ചലഞ്ചിനുള്ള ആദ്യത്തെ ഫണ്ട് നൽകിയത്. മേഖലാ കോർഡിനേറ്റർ ശ്രീ റിൻഡോ മാത്യു, CDO ബിന്ദു കുര്യൻ എന്നിവർ സംസാരിച്ചു. സ്ഥാനാർബുദ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രേയസ് മാനന്തവാടി മേഖല ഏറാളമൂല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്ഥാനാർബുദ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ റോയ് വലിയ പറമ്പിൽ അധ്യക്ഷത വഹിച്ച പരിപാടി മാനന്തവാടി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ ശ്രീ ജേക്കബ് സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. യുവരാജ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ശ്രീവിദ്യ, ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീമതി പ്രമീള വിജയൻ, ശ്രീമതി സ്നേഹ ജോസഫ്, CDO ബേബി ഫ്രാൻസിസ്, ശ്രീ ആന്റോ എന്നിവർ സംസാരിച്ചു. ശ്രേയസ് മുറമ്പാത്തി യൂണിറ്റ് എയ്ഡ്സ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കോഴിക്കോട് മേഖല മുറമ്പാത്തി യൂണിറ്റ് സംഘടിപ്പിച്ച എയ്ഡ്സ് ബോധവൽക്കരണ സെമിനാർ കോടഞ്ചേരി ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജു ബാലുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസ് പുത്തൻകണ്ടം അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ ലിസി റെജി മുഖ്യ സന്ദേശം നൽകി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീകല CS, ഷിതമോൾ തമ്പി എന്നിവർ എയ്ഡ്സ്, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. CDO ഇന്ദിര ദിവാകരൻ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. കുടുംബസംഗമം നടത്തി. ശ്രേയസ് നീലഗിരി മേഖല കയ്യൂന്നി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എരുമാട് ഏരിയ കുടുംബസംഗമം നടത്തി. പരിപാടി ഗൂഡല്ലൂർ MLA അഡ്വക്കേറ്റ് പൊൻ ജയശീലൻ ഉദ്ഘാടനം ചെയ്തു. എരുമാട് സബ് ഇൻസ്പെക്ടർ ഭാസ്കരൻ സൈബർ കുറ്റകൃത്യങ്ങൾ എങ്ങനെ തടയാം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ശ്രേയസ് നീലഗിരി മേഖല പ്രോഗ്രാം കോർഡിനേറ്റർ കുര്യാക്കോസ് EP മുഖ്യ സന്ദേശം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ജില്ലാതലത്തിൽ കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ വിജയിച്ചവരെയും അയൽക്കൂട്ടത്തിൽ വർഷങ്ങളായി മികച്ച നേതൃത്വം നൽകുന്ന ഭാരവാഹികളെയും ആദരിച്ചു. അയൽക്കൂട്ട അംഗങ്ങൾ ബാലജ്യോതി കുട്ടികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പഞ്ചായത്ത് യൂണിയൻ കൗൺസിലർ ശ്രീമതി യശോദ ചേരങ്കോട്, പഞ്ചായത്ത് കൗൺസിലർ സുജിത, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓർഗനൈസർ അരുൾ മേരി, കമ്മിറ്റി അംഗങ്ങളായ KM ഷാജി എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി ദിനാചരണം നടത്തി. ശ്രേയസ് എടക്കര മേഖല കൈപ്പിനി യൂണിറ്റും തണൽ അയൽക്കൂട്ടവും സംയുക്തമായി ഭിന്നശേഷി ദിനാചരണം നടത്തി. പ്രസ്തുത പരിപാടി യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ പീറ്റർ ഐസക് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് കോർഡിനേറ്റർമാരായ ശ്രീ ജോയ് പനച്ചിക്കൽ, ഷിജ റെനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭിന്നശേഷി കുട്ടികൾക്ക് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, അയൽക്കൂട്ട ഭാരവാഹികൾ തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു. വാർഷികം സംഘടിപ്പിച്ചു.
നിലമ്പൂർ മേഖല ഓർമ്മ സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വത്തിൽ വാർഷികം സംഘടിപ്പിച്ചു. കുടുംബശ്രീ CDS ആശാവർക്കറായ സോജ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സൈക്കോളജിസ്റ്റ് അഞ്ജു രാജ് സ്ത്രീകളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. സംസ്ഥാന കായികോത്സവം ഇൻക്ലൂസീവ് സ്പോർട്സ് വിഭാഗം ഹാൻഡ്ബോൾ മത്സരത്തിൽ റണ്ണേഴ്സ് അപ്പ് ആയ തമീമ SHനെ മൊമെന്റോ നൽകി ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സിജു എബ്രഹാം, CEO കുഞ്ഞിമോൾ പള്ളത്ത് എന്നിവർ സംസാരിച്ചു. ശ്രേയസ് സ്വാശ്രയ സംഘ വാർഷികം സംഘടിപ്പിച്ചു. ശ്രേയസ് ബത്തേരി മേഖല മലവയൽ യൂണിറ്റിലെ പ്രതീക്ഷ സ്വാശ്രയ സംഘത്തിന്റെ വാർഷികം ബത്തേരി മേഖല പ്രോഗ്രാം കോർഡിനേറ്റർ പോൾ PF ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് വിനി ബാലൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന സ്വാശ്രയ അംഗങ്ങളെ ഷാൾ നൽകി ആദരിച്ചു. ലുങ്കി ചലഞ്ച് സംഘടിപ്പിച്ചു. ശ്രേയസ് കണ്ണൂർ മേഖല കരുവഞ്ചാൽ യൂണിറ്റിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഹൗസിംഗ് പ്രൊജക്ടിലേക്ക് ഫണ്ട് ശേഖരണാർത്ഥം ലുങ്കി ചലഞ്ച് നടന്നു. 1500 ലുങ്കികളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുക. പ്രസ്തുത പരിപാടിയുടെ വിതരണോദ്ഘാടനം സോണൽ മാനേജർ ശ്രീ സാജൻ വർഗീസ് നിർവഹിച്ചു. ശ്രേയസ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ശ്രേയസ് ബത്തേരി മേഖല ചീരാൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ബ്രദർ ബെനഡിക്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബ്രദർ ടിനു ക്ലാസ് എടുത്തു. VT വർഗീസ്, PP സ്കറിയ, റഷീദ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ശ്രേയസ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രേയസ് ബത്തേരി മേഖല അമ്പുകുത്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സുൽത്താൻ ബത്തേരി കരുണ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും ശിശുരോഗ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ബത്തേരി മേഖല ഡയറക്ടർ ഫാദർ ബെന്നി പനശ്ശിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് വത്സ ജോയ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോർജ് വെട്ടിക്കാട്ടിൽ മുഖ്യ സന്ദേശം നൽകി. ഡോക്ടർ അഞ്ജിത ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ജാൻസി ബെന്നി, ബബിത, അരുൺ, ചിന്നു എന്നിവർ സംസാരിച്ചു. ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. ശ്രേയസ് കണ്ണൂർ മേഖല മടക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭവന നിർമ്മാണ ഫണ്ട് ശേഖരണാർത്ഥം ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. 1200 ബിരിയാണി ഓർഡറുകൾ അനുസരിച്ച് വിതരണം ചെയ്തു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജെയിംസ് മേലെപ്പറമ്പിൽ, ശ്രേയസ് കണ്ണൂർ കാസർഗോഡ് മേഖല സോണൽ മാനേജർ ശ്രീ സാജൻ വർഗീസ്, കോർഡിനേറ്റർ ശ്രീ ഷാജി മാത്യു, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, SHG ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ശ്രേയസ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രേയസ് ബത്തേരി മേഖല ചുള്ളിയോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫാമിലി പ്ലാനിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ബത്തേരി മേഖല പ്രോഗ്രാം കോർഡിനേറ്റർ പോൾ PF ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് OJ ബേബി അധ്യക്ഷത വഹിച്ചു. ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ ശോഭ മാത്യു നേതൃത്വം നൽകി. ഉഷ ഷാജു, ഷൈജ ശശിധരൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് മെഡിക്കൽ കിറ്റുകളും വിതരണം ചെയ്തു. പ്രമേഹ ബോധവൽക്കരണ ക്ലാസും രോഗനിർണയവും സംഘടിപ്പിച്ചു. ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി ശ്രേയസ് കണ്ണൂർ മേഖല നെടുമുണ്ട യൂണിറ്റിന്റെയും വെളിമാനം ചെറുപുഷ്പം സംഘത്തിന്റെയും നേതൃത്വത്തിൽ പ്രമേഹ ബോധവൽക്കരണ ക്ലാസും രോഗനിർണയവും നടത്തി. വീർപ്പാട് ഹെൽത്ത് സെന്ററിലെ MLSP സിസ്റ്റർ സോഫിയ, JPHN സിസ്റ്റർ അഞ്ജന എന്നിവർ ക്ലാസ് നയിച്ചു. ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് മേഖല പുളിയംകുളം യൂണിറ്റിന്റെ കീഴിൽ പാലാന്തടം കേന്ദ്രമായി സബ് സെന്റർ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടന്ന ബോധവൽക്കരണ സെമിനാറിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ ലാസർ പുത്തൻകണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. സോണൽ മാനേജർ ശ്രീ സാജൻ വർഗീസ് ക്ലാസ് നയിച്ചു. കോർഡിനേറ്റർ ഷാജി മാത്യു ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. CDO ശ്രീമതി മേരി ജോർജ് സ്വാഗതവും ശ്രീ മത്തായി നന്ദിയും പറഞ്ഞു. 5 SHGകൾ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും നടന്നു. പുരുഷ ദിനാചരണം നടത്തി. ശ്രേയസ് നീലഗിരി മേഖല പുത്തൂർവയൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുരുഷ ദിനാചരണം നടത്തി. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജേക്കബ് ചുണ്ടേക്കാട്ട് അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജേക്കബ് ചുണ്ടേക്കാട്ട് മുതിർന്ന അയൽക്കൂട്ടം അംഗങ്ങളായ ശ്രീ ശങ്കർ ലിംഗത്തെയും ഷാൾ അണിയിച്ച് ആദരിച്ചു. ഈ പരിപാടിയിൽ 50 പുരുഷ അയൽക്കൂട്ട അംഗങ്ങൾ പങ്കെടുത്തു. യൂണിറ്റ് ഖജാൻജി ശ്രീ AP ജോയ്, യൂണിറ്റ് CDOമാരായ ശ്രീമതി ശ്രുതി സച്ചിത്, ശ്രീമതി ശരണ്യ പ്രേംജിത്ത് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ശ്രേയസ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ശ്രേയസ് ബത്തേരി മേഖല മലങ്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മഞ്ചാടി, മുല്ല എന്നീ സ്വാശ്രയ സംഘങ്ങളുടെ സഹകരണത്തോടെ പുഞ്ചവയലിൽ സംഘടിപ്പിച്ച കൊയ്ത്തുത്സവം നെന്മീനി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TG ചെറുതോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബത്തേരി മേഖല പ്രോഗ്രാം കോർഡിനേറ്റർ പോൾ PF, CDO സാബു PV, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുപ്രഭ വിജയൻ, സെക്രട്ടറി ഷീജ മനു, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഇതോടുകൂടി വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.